ഹായ് ഫ്രണ്ട്സ്, പവിത്രൻ സീരിയലിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയോട് വിക്രത്തെ വിളിച്ചുകൊണ്ട് വരാൻ ആവശ്യപ്പെടുകയാണ് മുത്തശ്ശി. വേദയാണെങ്കിൽ വിക്രത്തെ ചെന്ന് വിളിക്കുകയാണ്. വിക്രം, വിക്രം. അല്ല സുധാകര, ഇവളവനെ പേരെടുത്താണ് വിളിക്കുന്നത്. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് പോകുന്ന നേരത്ത് നമ്മുടെ നന്ദിനിയും വിനായകനും എല്ലാം പിന്നിൽ അങ്ങ് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങളൊക്കെ എങ്ങോട്ടാ? ഇവിടെ നിന്നാ മതി, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് പോവാട്ടോ. മോളെ വേദേ, നീ വിക്രത്തെ പേരെടുത്താണ് വിളിക്കുന്നത്. എന്താ മുത്തശ്ശി, അതുപോരെ? അത് മതി. ഏട്ടാന്നൊക്കെ വിളി ഔട്ട് ഓഫ് ഫാഷനാ. അങ്ങനെ പേരെടുത്ത് വിളിക്കുകയാണെങ്കിൽ നല്ല ഓമനത്വത്തോടു കൂടി വിളിക്കണം. അതെങ്ങനെയാ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പേരെടുത്ത് വിളിക്കുന്നത് എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ആയിരുന്നു. അതുകൊണ്ട് പേരിന്റെ ആദ്യാക്ഷരായിരുന്നു ഞാൻ വിളിച്ചിരുന്നത്. ഗിരിജാവല്ലഭൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ ഗീ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അതുപോലെ മോളും വിളിച്ചോ എന്ന് പറയുമ്പോൾ, എങ്കിലും മുത്തശ്ശി വി എന്ന് വിളിക്കുമ്പോൾ ഒരു സുഖമില്ലാത്ത പോലെ. അങ്ങനെയാണെങ്കിൽ വി എന്നാക്കണ്ട, അതിന്റെ കൂടെ ക്രൂ എന്നും കൂടി ചേർത്തോ എന്നങ്ങ് പറഞ്ഞതും, അങ്ങനെ ആയിക്കോട്ടെ മുത്തശ്ശി. വിക്രൂ, വിക്രു, മോനെ വിക്രു എന്ന് വിളിക്കുന്നത് നമ്മുടെ വിക്രം. ഇവളെ ഞാനിന്ന് എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ച് പുറത്തേക്ക് വരികയാണെ. മുത്തശ്ശിയെ കണ്ടതും ഒരക്ഷരം മിണ്ടുന്നില്ല കേട്ടോ വിക്രം. എന്താ മോനെ വിക്രം, ഇവളെ കൊണ്ട് ഞാനാ വിളിപ്പിച്ചത്, എനിക്കായിരുന്നു നിന്നെ കാണേണ്ടത്. വിക്രമോനൊന്ന് ഇങ്ങ് വന്നേ എന്നങ്ങ് പറയാണ്. അങ്ങനെ വിക്രമും എല്ലാരും അവിടെ എത്തുന്ന നേരത്ത് നമ്മുടെ മുത്തശ്ശി പറയും, എല്ലാരും 2 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്തോളൂ, നമ്മൾ തറവാട്ടിലേക്ക് പോകുന്നു എന്ന് പറയണേ. അതെന്തിനാ അമ്മേ ഇപ്പൊ തറവാട്ടിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുകയാണ് സുധാകരൻ. ഒരു വിവാഹം നടന്നാൽ കുടുംബക്ഷേത്രത്തിൽ നടത്തേണ്ട ചടങ്ങൊക്കെ നീ മറന്നോ? മൂത്ത 2 പേരുടെയും ചടങ്ങുകളൊക്കെ അവിടെ നടത്തിയതല്ലേ എന്നും പറഞ്ഞ് വിക്രത്തിന്റെയും വേദയുടെയും അടുത്ത് പോയിട്ട്, വിക്രം, കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ 2 പേരും പരസ്പരം മാലയിടണം എന്നങ്ങ് പറഞ്ഞതും വിക്രം, ഏയ് അതൊന്നും ശരിയാവില്ല മുത്തശ്ശി. മോനെ വിക്രം, ഞാൻ നിന്റെ അടുത്ത് അഭിപ്രായം പറയാനല്ല മോനെ പറഞ്ഞത്, അനുസരിക്കാനാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സുധാകരൻ പറയും, അമ്മേ അതൊന്നും നടക്കില്ല, തീരുമാനം എന്റെയാണ്. ഈ അമ്മയുടെ തീരുമാനം മാറുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നങ്ങ് ചോദിക്കുമ്പോൾ കമല ചിരിച്ചു പോവാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് പോകുന്ന എല്ലാ ചെലവും, ഭക്ഷണത്തിന്റെ ചെലവും അങ്ങനെയുള്ള എല്ലാ ചെലവും എൻ്റെ വകയായിരിക്കും. അതോർത്ത് നിങ്ങൾ ആരും പേടിക്കണ്ട എന്നും പറഞ്ഞ് ഓരോരുത്തരെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ് കേട്ടോ. വിനായക, നാളെ രാവിലെ ഇവിടെ വണ്ടി എത്തണം. ശരി മുത്തശ്ശി. വിശ്വം, എല്ലാവർക്കും വേണ്ട ഭക്ഷണവും വെള്ളവും എല്ലാം ഞാൻ നിന്നെയാ ഏൽപ്പിക്കുന്നത്. അതിനുള്ള ക്യാഷ് ഞാൻ ആദ്യമേ തന്നേക്കാം. ഓ അതിനെന്താ മുത്തശ്ശി, അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് ചെയ്തോളാം എന്ന് പറയട്ടെ വിശ്വം. നന്ദിനി, നീ വേണം ഇവിടെ നിന്ന് പുറപ്പെടുന്നത് തുടങ്ങിയിട്ടുള്ള എല്ലാ വീഡിയോ എടുക്കേണ്ടത്. അടുത്ത ആഴ്ച എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടതാ. ആ ശരി മുത്തശ്ശി എന്ന് പറഞ്ഞ് നന്ദിനിയും, എന്നാ പിന്നെ എല്ലാവർക്കും പോവാന്ന് പറയട്ടെ മുത്തശ്ശി. അങ്ങനെ നമ്മുടെ വിക്രത്തിന്റെ അടുത്തേക്ക് നമ്മുടെ വേദ എത്താണ്. കയ്യിൽ ഒരു ഗ്ലാസ് പാലും ഉണ്ട്. മിസ്റ്റർ വിട്ടുപോത്ത് എന്ന് പറഞ്ഞാണ് വരുന്നത്. എന്നിട്ട് വിക്രത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, അയ്യോ ഞാൻ മറന്നുപോയി, മുത്തശ്ശിയിട്ട പേര് മിസ്റ്റർ വിക്രോസ് എന്നങ്ങ് വിളിക്കുമ്പോഴേക്കും, എന്താടി നിനക്ക് വേണ്ടത്? ആ തള്ള ഇവിടുന്ന് പോവല്ലോ, എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ വേദ, എന്താ വിക്രം, നിങ്ങൾ എത്ര സ്നേഹത്തോടെയാണ് മുത്തശ്ശി വിളിക്കുന്നത്, എന്നിട്ട് അവരെ ഇങ്ങനെയാണോ വിളിക്കുന്നത് എന്നും ചോദിച്ച പാലങ്ങ് കൊടുക്കുക കേട്ടോ. ഇതെന്താ പുതിയൊരു ഏർപ്പാട്? ഇത് ഞാനല്ല മുത്തശ്ശി പറഞ്ഞിട്ടാ കൊണ്ടുവന്നത് എന്ന് പറയുമ്പോ, ഇതാ തള്ളയുടെ തലയിൽ കൂടി ഒഴുക്കി, എനിക്കങ്ങ് വേണ്ട എന്ന് പറയാട്ടോ. ശരി എന്നും പറഞ്ഞ് വേദ അങ്ങ് പോകുന്ന നേരത്ത്, നിക്കടിയോടെ, നീ എങ്ങോട്ടാ? അല്ല വിക്രമല്ലേ പറഞ്ഞത് തള്ളയുടെ തലയിൽ കൂടെ ഒഴിക്കാൻ, ഞാനത് ചെയ്തിട്ട് വരാം. ഓ എന്തൊരനുസരണ. വേണ്ട വിക്രം, ഞാൻ ആ തള്ളയുടെ തലയിൽ കൂടി ഒഴിച്ചിട്ട് വരാന്നേ. ഇങ്ങോട്ട് തരാനല്ലടി പറഞ്ഞത്, ഞാൻ കുടിച്ചോളാന്ന് പറയണേ. അപ്പൊ നമ്മുടെ വേഗത ചോദിക്കും, അല്ല വിക്രം, നാളെ പോകുമ്പോ എന്തെങ്കിലും പാക്ക് ചെയ്യാനുണ്ടോ? ഞാൻ പാക്ക് ചെയ്യാൻ സഹായിക്കാം. അയ്യോ നാളെ പോകുമ്പോ നീ ഒന്ന് വരാതിരിക്കോ എന്ന് ചോദിക്കാട്ടോ. അതെങ്ങനെയാ വിക്രം, ഞാനല്ലേ പ്രധാന അട്രാക്ഷൻ, നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ചു പൊളിച്ച് വരാന്നേ. എങ്കിൽ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ വേദ അങ്ങ് പോവാട്ടോ. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഹാളിലേക്ക് വരികയാണ്. ആ സമയത്തായിരിക്കും വേദയെ നിലത്ത് കിടക്കുന്നതായിട്ട് കാണുന്നത്. മോളെ വേദേ, നീ എന്താ ഇവിടെ നിലത്ത് കിടക്കുന്നത്? വിക്രുവായിട്ട് വഴക്കിട്ടോ? ഇല്ല മുത്തശ്ശി. പിന്നെ പിണക്കാണോ? അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി, നീ ഒന്ന് എണീക്ക്. എന്തിനാ മുത്തശ്ശി? നിന്നോട് എണീക്കാനല്ലേ ഞാൻ പറഞ്ഞത്. ആ പായും തലനയും ഒന്ന് ചുരുട്ടിയെടുത്തോ, എന്റെ കൂടെ വാ എന്നും പറഞ്ഞ് വിക്രത്തിന്റെ അടുത്തേക്ക് പോവാണേ. വാതിലങ്ങ് മുട്ടുമ്പോ, ആരാ എന്ന് ചോദിക്കുകയാണ് വിക്രം. ഇത് ഞാനാടാ.
എൻ്റെ അമ്മേ എന്നും പറഞ്ഞ് വിക്രം വാതിലങ്ങ് തുറക്കുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുന്ന മുത്തശ്ശിയാണ് കേട്ടോ കാണുന്നത്. മുന്നിൽ നിന്ന് മാറ് എന്നങ്ങ് പറഞ്ഞ് റൂമിലേക്ക് കയറാണ് മുത്തശ്ശിയും വേദയും. ഞാനിവിടെ വന്നപ്പോ തൊട്ട് എനിക്ക് തോന്നിയതാ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. എന്ത് പ്രശ്നം? ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാന്ന് പറയാണ് വിക്രം. നിനക്ക് വല്ല മാറാരോഗോ മറ്റോ ഉണ്ടോ വിക്രം? ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിനടുത്ത് ഒരു വൈദ്യന്മാര് താമസിക്കുന്ന സ്ഥലമുണ്ട്, നമുക്കവിടെ പോയി ചികിത്സിച്ചേക്കാം. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. എങ്കിൽ പിന്നെ എന്തിനാടാ ഇവളെ നിലത്ത് കിടത്തിയിരിക്കുന്നത്? ഇങ്ങനെ പുതുമോടിയായിരിക്കുന്ന ഭാര്യയും ഭർത്താവും അകന്ന് കഴിയാവോ? നിന്റെ പ്രായത്തിലുള്ള ഈ ചെറുക്കന്മാർ ഇപ്പോ ഫോൺ നിലത്ത് വെക്കാറേ ഇല്ല. പ്രേമിച്ച പെണ്ണുങ്ങളായിട്ട് സല്ലപിച്ചുകൊണ്ടേയിരിക്കും. അവർ തിന്നുന്നതും ഉറങ്ങുന്നതും കണ്ടതും കാണാൻ പോകുന്നതുമായിട്ടുള്ള കാഴ്ചകളായിരിക്കും അവരോട് പറയുന്നത്. നീ നന്നായിട്ട് വേദയൊന്ന് വിളിക്കുന്നത് പോലും ഞാൻ കേട്ടില്ല എന്ന് വെച്ച് എപ്പോഴും ഇങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് ചോദിക്കാട്ടോ വിക്രം. എപ്പോഴും വിളിക്കണ്ട, ആവശ്യമുള്ളപ്പോൾ വിളിച്ചൂടെ? ആവശ്യം വന്നില്ലായിരിക്കും, അതായിരിക്കും വിളിക്കാത്തത് എന്നങ്ങ് പറയാണ് വിക്രം. മുത്തശ്ശി അവൾക്ക് വലിയ ഹാളിൽ നിലത്ത് കിടക്കുന്നതാ ഇഷ്ടം. ആഹാ, എനിക്ക് ഈ റൂം ഇടിച്ചു പൊളിച്ച് വലുതാക്കി രണ്ടുപേർക്കും ഇവിടെ കിടക്കാലോ. മോളെ വേദേ, നിനക്ക് ഇവിടെ കിടക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല മുത്തശ്ശി, എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയാട്ടോ വിക്രം. നിനക്കെന്ത് ബുദ്ധിമുട്ടാടാ? അത് പിന്നെ ഇവള് വലിയ ഒച്ചത്തിൽ കൂർക്കം വലിക്കും. അയ്യോ, ഞാനോ? കൂർക്കം വലിക്കുന്നവർ സ്വയം അറിയാറില്ല എന്ന് പറയാട്ടോ വിക്രം. എങ്കിലേ രണ്ട് ചെവിയിലും പഞ്ഞി വെച്ചങ്ങ് കിടന്നാ മതി. നീ മോളെ ഇവിടെ കിടക്ക്, ഈ വാതിലങ്ങ് അടച്ചേക്ക്. ഇനി ഇവളെങ്ങാനും അവിടെ വന്ന് നിലത്ത് കിടക്കുന്നത് കണ്ടാൽ എന്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾ രണ്ടുപേരും അറിയും. പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞങ്ങ് പോവാട്ടോ. അപ്പോൾ വേദ വിക്രത്തോട് ചോദിക്കുന്നുണ്ട്, വിക്രം വാതിലടച്ചോട്ടെ, വേഗം ചെന്ന് അടക്കി, അല്ലെങ്കിൽ ആ തള്ള വീണ്ടും കയറി വരും എന്നങ്ങ് പറഞ്ഞതും വേദ ചെന്ന് വാതിലടക്കാട്ടോ. എന്നിട്ട് ഒരുമാതിരി ആക്കുന്ന രീതിയിലാണ് നമ്മുടെ വിക്രത്തിനെ നോക്കുന്നത്. വിക്രമാണെങ്കിൽ ഒന്ന് ചൂളി പോകുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്